ഗാന്ധി കുടുംബം ഇ.ഡി. കുരുക്കിൽ. നാഷണൽ ഹെറാൾഡ് കേസിൽ കോടതിയിൽ കുറ്റപത്രം ഇ.ഡി. നൽകി രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രതികൾ. ഭൂമി ഇടപാടിൽ മരുമകൻ റോബർട്ട് വാദ്രയെ ഇ.ഡി. ചോദ്യം ചെയ്തു. തൃശൂർ പൂരം വെടിക്കെട്ട് നടത്താമെന്ന് അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം. എ.ജി. നിയമോപദേശം സർക്കാരിന് കൈമാറി. തിരുവമ്പാടി പാറമേക്കാവ് വേല വെടിക്കെട്ടിലെ നിബന്ധന പൂരം വെടിക്കെട്ടിന് ബാധകമാണെന്നാണ് നിയമോപദേശം. പൂരം വെടിക്കെട്ട് ഗംഭീരമായി നടത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജ്. തൃശൂർ അതിരപ്പിള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. മരിച്ചത് വാഴച്ചാൽ ഉന്നതിയിലെ അംബിക, സതീഷ് എന്നിവർ. ആക്രമണം വനവിഭവം ശേഖരിക്കാൻ പോയപ്പോൾ. വഖഫ് നിയമം മുസ്ലിങ്ങൾക്കെതിരല്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഒരു വിഭാഗത്തെയും ലക്ഷ്യമിട്ടല്ല നിയമമെന്നും പ്രതികരണം. വഖഫ് നിയമത്തിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ മുസ്ലിം ലീഗ്. നാളെ കോഴിക്കോട് കടപ്പുറത്ത് മഹാറാലി സംഘടിപ്പിക്കുമെന്ന് PMA സലാം. തിരുവനന്തപുരം മുതലപ്പുഴയിൽ മണൽ നീക്കം ഇരട്ടി വേഗത്തിലാക്കാൻ കരാറുകാരനോ ഫിഷറീസ് വകുപ്പിന്റെ നിർദ്ദേശം. നടപടി മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധത്തിന് പിന്നാലെ CITU നേതൃത്വത്തിൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് ഉപരോധിച്ചു. സംയുക്ത സമരസമിതിയുമായി മന്ത്രി സജി ചെറിയാൻ നാളെ ചർച്ച നടത്തും. കെ രാഗേഷ് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി. തീരുമാനം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രിയും MP ഗോവിന്ദൻ മാസ്റ്ററും. രാഗേഷ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം ഒഴിയും. കോട്ടയം അയർക്കുന്നത്ത് അമ്മയും മക്കളും പുഴയിൽ ചാടി മരിച്ചു. മരിച്ചത് നീറിക്കാട് സ്വദേശി അഡ്വക്കേറ്റ് ജിസ്മോളും 5ഉം 2ഉം വയസ്സുള്ള കുട്ടികളും. അന്വേഷണം ആരംഭിച്ച് പോലീസ്. ഇടുക്കി നേര്യമംഗലത്ത് KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് ഒരു മരണം. മരിച്ചത് കീരിത്തോട് സ്വദേശി അനീറ്റ. 15 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് കുമളിയിൽ നിന്നും എറണാകുളത്തേക്ക് വന്ന ബസ്. സംസ്ഥാനത്തിന്റെ സ്വയംഭരണം നിർവചിക്കുന്നതിന് ഉന്നതതല സമിതിയെ നിയോഗിച്ച് തമിഴ്നാട് സർക്കാർ. ജസ്റ്റിസ് കുര്യൻ ജോസഫ് അധ്യക്ഷൻ. കേന്ദ്ര സംസ്ഥാന വിഷയങ്ങൾ പഠിച്ച് ശുപാർശ നൽകണം. നടപടി ഗവർണർ സർക്കാർ പോരിനിടെ.